ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വ്ളോഗ്സ് വിത്ത് രാജി. ഇപ്പോൾ 2 പച്ചമാങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ചോറിന് കൂട്ടി കഴിക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി ഉണ്ടാക്കാം. ഇപ്പോൾ 2 പച്ചമാങ്ങയ്ക്ക് 4 സവാളയാണ് ചേർക്കേണ്ടത്. ചെറിയ സവാള ആയതുകൊണ്ട് ഞാൻ 4 എണ്ണം ചേർക്കുന്നുണ്ട്. വലുതാണെങ്കിൽ 2 എണ്ണം മതിയാവും, ഇല്ലെങ്കിൽ 3 എണ്ണം എടുത്താൽ മതിയാവും. അപ്പോൾ ഈ 2 പച്ചമാങ്ങയും നന്നായിട്ട് കഴുകി തൊലി മുഴുവൻ ചെത്തിയെടുത്ത് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. അധികം ചെറുതാക്കരുത്, മീഡിയം സൈസിൽ കഷ്ണങ്ങളാക്കി എടുക്കുക. അപ്പോൾ ആദ്യമേ മാങ്ങ നമുക്ക് കഴുകി തൊലി ചെത്തി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഈ വലിപ്പത്തിൽ എടുക്കണം കഷ്ണങ്ങളെല്ലാം. ഇപ്പോൾ 2 മാങ്ങ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് 4 5 6 പേർക്ക് കൂട്ടി കഴിക്കാവുന്ന നമുക്ക് കറി ഉണ്ടാക്കാം. ഇപ്പോൾ ഞാനെല്ലാം കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇത്തിരി ചെറുതായിട്ടൊന്ന് ചെനച്ച മാങ്ങയാണെങ്കിൽ നല്ലതാണ്. നല്ല പച്ച മാങ്ങയാണെങ്കിലും ഈ കറി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആദ്യമേ മാങ്ങ കഷ്ണത്തിൽ ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി, എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. മുളക് പൊടി ചേർത്ത് മല്ലിപ്പൊടി നമുക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കണം. ഇവിടെ വറുത്ത് പൊടിച്ച മല്ലിപ്പൊടിയാണ്. ഇപ്പോൾ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് കളറിന് വേണ്ടി 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടിയും കൂടി ഞാൻ ചേർത്തു. അപ്പം അതും കൂടി ചേർത്ത് ഇതിന് ആവശ്യത്തിന് കുറച്ച് ഉപ്പ്, കല്ലുപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഞാൻ 1 ടീസ്പൂൺ കല്ലുപ്പും കൂടി ചേർത്തു. അപ്പോൾ കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടിയായി ഇതിന് കുറച്ച് ചേർക്കണം. ഈ സവാള നീളത്തിൽ കട്ട് ചെയ്ത് അതിലും കുറച്ച് ഞാൻ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് ഉപ്പും ഈ പൊടികളെല്ലാം ചേർത്ത് മാങ്ങയിൽ പിടിക്കാൻ വേണ്ടി നമുക്ക് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് നമുക്ക് അടച്ച് വെക്കാം. അപ്പോൾ അത് മാങ്ങയിൽ ഉപ്പും എരിവും എല്ലാം പിടിക്കാൻ വേണ്ടി. ഇത് ചെറിയൊരു പുളിയുള്ള മാങ്ങയാണ്, അധികം പുളിയില്ല. അധികം പുളിയുള്ള മാങ്ങ നന്നായിരിക്കില്ല. അപ്പോൾ കുറച്ച് പുളിയുള്ള മാങ്ങ വേണം ഇതിന് ഈ കറിക്ക് ആവശ്യം. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പം മൺചട്ടി, ഞാൻ കറി വെക്കണം മൺചട്ടി എടുത്തിട്ടുണ്ട്. ഇത് 4 സവാള ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യാം. അപ്പം നീളത്തിലെല്ലാം കട്ട് ചെയ്ത് ഞാൻ മൺചട്ടിയിൽ ചേർക്കുന്നുണ്ട്. സവാളകളെല്ലാം മൺചട്ടിയിൽ ചേർത്തു. അപ്പം അതിന് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ച് ചേർക്കാം. ഇഞ്ചി ചെറുതായിട്ട് ചതച്ച് ഈ ടൈപ്പിൽ ചതച്ച് ചേർക്കാം. ഇപ്പോൾ 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും അതിൻ്റെ കൂടെ പച്ചമുളക് 5 പച്ചമുളക് ഞാൻ 2ആയിട്ട് മുറിച്ച് അതും കൂടി ചേർക്കുന്നുണ്ട്. എൻ്റെ സൗണ്ടിന് ഒരു ഇച്ചിരി ഇതുണ്ട്, ജലദോഷം പിടിച്ചുകൊണ്ടാണ് കേട്ടോ, എല്ലാവരും ക്ഷമിക്കണേ. ഇപ്പം 4 തണ്ട് കറിവേപ്പിലയും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. ഇത് വെളുത്തുള്ളി 1 ടീസ്പൂൺ ചതച്ച് അതും കൂടി ചേർക്കാം. വെളുത്തുള്ളി അല്ലി 1 ടീസ്പൂൺ മതിയാവും, ചതച്ച് തന്നെ ചേർക്കണം. കുറച്ച് കല്ലുപ്പും കൂടി ഞാൻ ചേർക്കണം. നേരത്തെ നമ്മൾ മാങ്ങയിൽ 1 ടീസ്പൂൺ ചേർത്തല്ലോ, അപ്പോൾ ഈ സവാളയിൽ ഇത്തിരി പിടിക്കാൻ വേണ്ടി ഇച്ചിരി കുറച്ച് കല്ലുപ്പും കൂടി ചേർത്തു. ഇത് 1 ടീസ്പൂൺ നാരങ്ങ നീരാണ് ചേർക്കേണ്ടത്. ഇവിടെ എൻ്റെ കയ്യിൽ നാരങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലുണ്ടായ ക്രഷ് ഓറഞ്ചിൻ്റെ നീരാണ് ഞാൻ 1 ടീസ്പൂൺ ചേർത്തത്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം. ഇതെല്ലാം ഒരുമിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. സവാളയുടെ നീരൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇറങ്ങി വരുന്ന പോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം എല്ലാം മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഇനി അടുപ്പത്ത് വെക്കാം. അപ്പം അതിന് മുന്നേ തന്നെ തേങ്ങ നമുക്ക് പാല് പിഴിഞ്ഞെടുക്കണം. ഇത് 1 തേങ്ങ ചിരണ്ടിയതാണ്. 1 തേങ്ങ ചിരകിയ ആ തേങ്ങ മിക്സി ജാറിൽ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം, അധികം വെള്ളം ആവരുത്, ഇത് അരയാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കാം. നന്നായിട്ട് തന്നെ അടിച്ചെടുക്കാം. അടിച്ച് പാല് പിഴിഞ്ഞെടുക്കണം. തേങ്ങ അരച്ച് ചേർക്കാതെ ഈ അരച്ചത് നമുക്ക് ഒരു തോർത്തിലോ തുണിയിലൊക്കെ ചേർത്ത് നന്നായിട്ട് പാല് പിഴിഞ്ഞെടുക്കാം. ആ പിഴിയണതിന് മുന്നേ തന്നെ ഞാൻ കുറച്ച് ഇങ്ങനെ കട്ടിയായിട്ടുള്ള തലപ്പാൽ 1-ാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊരു 1/2 ഗ്ലാസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പാലൊക്കെ നമുക്ക് ഈ മൺചട്ടിയിൽ ചേർക്കാം. അപ്പോൾ സവാളയുടെ കൂടെ നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മാങ്ങ കഷ്ണങ്ങളും പൊടികളും എല്ലാം ചേർത്തിട്ടുണ്ട്.
ഇതിൻ്റെ കൂടെ തേങ്ങാപ്പാൽ ഞാൻ പിഴിഞ്ഞ് വെച്ച് തേങ്ങാപ്പാൽ 2-ാം പാലും 3-ാം പാലും എല്ലാം ഇതിൽ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ 1-ാം പാൽ മാത്രം ഒരു അര ഗ്ലാസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് കൂട്ടി വയ്ക്കുക, ഫ്ലെയിം കൂട്ടി വയ്ക്കുക കേട്ടോ. ഗ്യാസ് അടുപ്പിൽ നല്ല തീ കൂട്ടി വയ്ക്കുക. അപ്പോൾ മൺചട്ടി ചൂടായി ഇത് നന്നായിട്ട് തിളച്ച് ഈ മാങ്ങ കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വയ്ക്കുക. അപ്പം ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോറിന് കൂട്ടി കഴിക്കാവുന്ന നല്ല കറിയാണിത്. ഇത് നമ്മൾ തലേ ദിവസം വെച്ച് പിറ്റേ ദിവസം കൂട്ടുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് നല്ല രുചിയായിരിക്കും. നമ്മൾ ഉണ്ടാക്കിയ അന്ന് കൂട്ടണേക്കാളും നല്ലത് പിറ്റേ ദിവസം കൂട്ടുമ്പോൾ ഒന്നുകൂടി രുചി കൂടും. ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താണ്. അപ്പോൾ എല്ലാം മാങ്ങി ഒരേപോലെ വേവാൻ വേണ്ടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇടയ്ക്ക്. നന്നായിട്ട് തിള വന്നു കഴിഞ്ഞാൽ നമ്മൾ തീ കുറച്ച് വെച്ച് ചെറുതായിട്ട് തിളപ്പിക്കണം. ചാറ് വറ്റി പോവരുത്. അതേസമയം മാങ്ങ വെന്ത് കിട്ടണം. മാങ്ങ വെന്ത് കുഴയേണ്ട ആവശ്യമില്ല, പാകത്തിന് വെന്താൽ മതി. അപ്പം മാങ്ങ വെന്തോന്ന് നോക്കാം. നന്നായിട്ട് തിളച്ച് ചാറ് കറി പാകമായിട്ടുണ്ട്. ഇതേ മാങ്ങ വെന്തിട്ടുണ്ട്. മാങ്ങ പെട്ടെന്ന് വേവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് മാങ്ങയൊക്കെ വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് 1-ാം പാൽ ഒഴിക്കാം. മാങ്ങ വെന്ത് കഴിഞ്ഞിട്ട് ഞാൻ അര ഗ്ലാസ് മാറ്റി വെച്ച് കട്ടിയായിട്ടുള്ള 1-ാം പാൽ ചേർത്ത് ചെറുതായിട്ട് ഒന്ന് തിള വന്നു കഴിഞ്ഞത് തന്നെ നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം. ഇറക്കി കടുക് വറുത്തിടണം. കുറച്ച് ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലും പിന്നെ ഉണക്കമുളകും ചേർത്ത് നന്നായിട്ട് വറുത്ത് ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ കടുക് വറുക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഒരു 4 എണ്ണം ചെറുതായിട്ട് മുറിച്ച് അതും കൂടി ചേർത്ത് വറുത്തിടാം. ഞാനത് ചേർത്തില്ല. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ അര ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക് 2ആയിട്ട് മുറിച്ച് അതും കൂടി ചേർത്ത് 2-3 തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. കറിവേപ്പില കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാം. നല്ല മണമാണ് അതിൻ്റെ. ഇപ്പോൾ കറിവേപ്പില കൂടുതൽ ചേർക്കുമ്പോൾ ഈ കറിക്ക് അതിൻ്റെ മണം കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതും കൂടി ആകുമ്പം നന്നായിട്ട് ഒന്ന് വറുത്ത് അതിൽ കറിയിൽ ചേർക്കുന്നുണ്ട്. ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചമാങ്ങ കറി റെഡിയായി. ഇപ്പം നിങ്ങളും ഇതേ രീതിയിൽ ഉണ്ടാക്കി കഴിച്ചു നോക്കണേ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ ഇത് പച്ചക്കറിയോ വേറെ ഒന്നും കറിക്കോ ഒന്നും ഇല്ലാത്ത സമയത്ത് 2 പച്ചമാങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് സവാളയും കൂട്ടി ഇങ്ങനെ കറി ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. കറി വെച്ചന്ന് കൂട്ടാതെ പിറ്റേ ദിവസം കൂട്ടുമ്പോൾ അതിലും രുചികരമാണ്. അപ്പോൾ ആ മാങ്ങയിൽ തേങ്ങാപ്പാലും എരിവും ഉപ്പും എല്ലാം പിടിച്ച് നല്ല ടേസ്റ്റായിരിക്കും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണേ. ബൈ.